യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗലാത്യ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരുന്ന വിഷയം. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യം നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യം. അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾക്ക് കീഴ് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവാനായ അപ്പോസ്തലൻ ഗലാത്യ സഭയോട് ഹൃദയം തുറന്ന് അവരെ പഠിപ്പിക്കുകയാണ്. എന്താണ് പഠിപ്പിക്കുന്നത്? ആ വേദഭാഗത്ത് നാം വായിച്ചാൽ എന്തെല്ലാം കാണാം. അവിടെ ഒരപ്പനുണ്ടായിരുന്നു എന്ന് കാണാം. ഒരപ്പനുണ്ടായിരുന്നു. അപ്പൻ വിൽപ്പത്രം എഴുതിയിരുന്നു. അവകാശം വിൽപ്പത്രം എഴുതിയിരുന്നു. അപ്പൻ ആ വിൽപ്പത്രം എഴുതുന്ന കാലത്ത് ആ വീട്ടിലെ മകൻ ഒരു ശിശുവായിരുന്നു. ശിശുവായിരിക്കുന്ന കാലത്തോളം അപ്പൻ വിൽപ്പത്രം എഴുതിയാലും ആ സ്വത്ത് അവന് കിട്ടുകയില്ല. മറിച്ച് അവിടെ ഒരു ദാസനുണ്ടായിരുന്നു ആ വീട്ടിൽ. എന്നുവെച്ചാൽ മുതിർന്ന രക്ഷകർത്താവ്. ആ രക്ഷകർത്താവാണ് ആ ശിശുവിൻ്റെ വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം വെച്ചുകൊണ്ടാണ് അപ്പോസ്തലൻ അവരെ എന്താണ് യഥാർത്ഥമായ ആത്മീയം എന്താണെന്ന് പഠിപ്പിക്കുകയാണ്. യേശു ആരാണെന്നും യേശു എങ്ങനെയാണ്, യേശു നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സമ്പത്ത്, സ്വത്ത് എങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്നും അപ്പോസ്തലൻ അവിടെ പഠിപ്പിക്കുകയാണ്. അവിടെ അപ്പനെ കുറിച്ച് പറയുന്നു. അപ്പൻ ആരാണ്? മരിച്ചുപോയൊരപ്പൻ. അപ്പൻ്റെ വിൽപ്പത്രത്തിനാണ് വില. അപ്പൻ മരിച്ചു കഴിയുമ്പോഴാണല്ലോ വിൽപ്പത്രം. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾക്ക് സ്വത്തുണ്ടോ? നിങ്ങൾ വിൽപ്പത്രം എഴുതിയിരിക്കണം. നിങ്ങൾക്ക് സ്വത്തും പണവും ഉണ്ടെങ്കിൽ നിങ്ങൾ വിൽപ്പത്രം എഴുതി ആർക്കാണോ അവകാശി അവർക്ക് കൊടുത്തിരിക്കണം. നിങ്ങൾക്ക് കടമുണ്ടോ? കടമുണ്ടെങ്കിൽ അതും എഴുതി മക്കളെ അറിയിച്ചിരിക്കണം. കാരണം നിങ്ങൾ കടന്നുപോയാലും നിങ്ങളുടെ സ്വത്ത് അനുഭവിക്കുന്ന മക്കൾ നിങ്ങളുടെ കടം കൊടുത്തു തീർക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വത്തുണ്ടെങ്കിലും കടമുണ്ടെങ്കിലും നിങ്ങളുടെ വിൽപ്പത്രം എഴുതി നിങ്ങളുടെ മക്കളെ പ്രശ്നത്തിലാക്കാതെ നിങ്ങൾ സഹായിക്കണം. വിൽപ്പത്രം എഴുതാതെ ഒരപ്പൻ മരിച്ചുപോയാൽ മക്കൾക്കുണ്ടാകുന്ന ദുരിതവും ക്ലേശവും എത്രമെന്ന് പലർക്കും മനസ്സിലായിട്ടില്ല, അറിഞ്ഞുകൂടാ. അതെല്ലാം വിവേകത്തോടെ ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ ഇതാ ഒരു വിൽപ്പത്രം എഴുതി വച്ചിരിക്കുന്നു. അവകാശി, അവകാശം മകന് വേണ്ടി വെച്ചിട്ടുണ്ട്. മകന് പ്രായപൂർത്തിയാകണം, അപ്പോഴേ അവകാശം കിട്ടുകയുള്ളൂ. പ്രായപൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആത്മീയ അർത്ഥം എന്താണ്? അപ്പൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ എന്താണ് അവകാശം? യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന അവകാശം എന്താണ്? യേശുക്രിസ്തു മരിച്ചു. കർത്താവായ യേശുക്രിസ്തു മരിച്ചു. നമുക്ക് തന്നിരിക്കുന്ന അവകാശം എന്താണ്? എന്താണ് നമുക്ക് തന്നിരിക്കുന്ന അവകാശം? അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന ഭാഷയാണ് അവകാശം. അവകാശിയാണ്. എന്തിനുള്ള അവകാശമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്? എന്താണ് യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന അവകാശം? പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 5-6 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. എന്താണ് നമുക്ക് തന്നിരിക്കുന്ന അവകാശം? 2-3 അവകാശങ്ങളെക്കുറിച്ചെല്ലാം പദവിസുതൽ പരാമർശിക്കുന്ന ധാരാളമുണ്ട്. അതിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യം. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ, ക്ഷയം, മാലിന്യം, വാട്ടം, ക്ഷയിച്ചു പോകാത്തത്, മാലിന്യമില്ലാത്തത്,
വാടിപ്പോകാത്തതായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വാടിപ്പോകാത്തതും ക്ഷയിച്ചു പോകാത്തതും നിലനിൽക്കുന്നതുമായ ഒരവകാശത്തിന് വേണ്ടി ജീവനുള്ള ദൈവം ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നു. എന്താണ് അവകാശം? ദൈവരാജ്യം എന്ന അവകാശം. ദൈവരാജ്യം എന്ന അവകാശം വീണ്ടും ജനിച്ച മക്കൾക്ക് വേണ്ടി കരുണയുള്ള കർത്താവായ യേശു തന്നിരിക്കുന്നു. ദൈവരാജ്യം എന്ന അവകാശം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം. എന്താണ് അവകാശം? നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും അവൻ നമുക്ക് തന്നിരിക്കുന്ന അവകാശം എന്താണ്? വിശുദ്ധരാകുക, നിഷ്കളങ്കരാകുക. ഇതിനുവേണ്ടി ലോക സ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവമക്കളെ, എന്താണ് ക്രിസ്തു തന്നിരിക്കുന്ന അവകാശം? ഒന്നാമത് നിത്യജീവൻ. അത് ക്ഷയിച്ചു പോകില്ല, അത് ഇല്ലാതായി പോകില്ല, വാടിപ്പോകില്ല. ക്ഷയം, മാലിന്യം, വാട്ടമില്ലാത്തതായ അവകാശം, ആ അവകാശമുണ്ട്. അതിനുവേണ്ടി കർത്താവ് വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ വിശുദ്ധരും നിഷ്കളങ്കരുമാകാൻ. ഇന്ന് ദുഷ്ടനാണ്, ഇന്ന് കള്ളുകുടിയനാണ്, ഇന്ന് മ്ലേച്ഛനാണ്, ഭാര്യയെ മർദ്ദിക്കുന്നവനാണ്, വേണ്ടാധീനക്കാരനാണ്, വളരുതാത്തൊരു സ്ത്രീയാണ്. പക്ഷേ നിനക്കുമുണ്ടൊരവകാശം. വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ ഇത്രയും കൊള്ളരുതാത്തവനും മദ്യപാനിയും അശുദ്ധനും കോപിഷ്ഠനും കൊലപാതകിയുമാണെങ്കിലും നിനക്ക് ആരായി മാറാം? വിശുദ്ധരും നിഷ്കളങ്കനുമായിട്ട് മാറാം. അതാണ് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ ഏതോ ഒരു തിന്മയുടെ പ്രവൃത്തിയിലേക്ക് പോയാലും നിന്നെയും വിശുദ്ധനും നിഷ്കളങ്കനുമാക്കി മാറ്റാനുള്ള യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചും ആ രക്തത്തിൻ്റെ ബലത്തിലാണ് ഞാൻ നിൽക്കുന്നത്, നിങ്ങൾ നിൽക്കുന്നത്, സുവിശേഷം നിലനിൽക്കുന്നത് ആ രക്തത്തിൻ്റെ ശക്തിയിലാണ്. അത് പാപിയെ ശുദ്ധീകരിക്കാൻ കഴിവുള്ള രക്തമാണ്. അത് പാപിക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട പുണ്യാഹ രക്തമാണ്. അശുദ്ധനെ വിശുദ്ധീകരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പുള്ളതായ തിരഞ്ഞെടുപ്പാണ് എന്നെ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങളെ വിളിച്ചത് വേറെ ആരെങ്കിലൊക്കെ ആയിരിക്കും പ്രിയപ്പെട്ടവരെ, എന്നാൽ അത് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നിശ്ചയിച്ചതാണ്. നീ കർത്താവിൻ്റെ രക്തത്താൽ ഒരു വിശുദ്ധനായി തീരണമെന്ന്. ആ തിരഞ്ഞെടുപ്പ് നിനക്കൊരു അവകാശമാണ്, നിനക്കത് ലഭിക്കും. നീ ആഗ്രഹക്കാരൻ. അതിനുവേണ്ടി നിന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. നാം ആദ്യം കേട്ടതുപോലെ മാനസാന്തരപ്പെടാൻ ആഗ്രഹമില്ല, മാനസാന്തരത്തിന് ആഗ്രഹമില്ല. അവിടെയാണ് കാതലായ വിഷയം. മാനസാന്തരപ്പെടാനുള്ള ആഗ്രഹമാണ് ദൈവവചനങ്ങളിലൂടെ ആദ്യം നമുക്ക് ലഭിക്കേണ്ടത്. അതിനാണ് ബോൺ അഗെയിൻ, വീണ്ടും ജനിക്കാനുള്ള ആഗ്രഹം. ആഗ്രഹമാണ് നമ്മളെ ജനിപ്പിക്കേണ്ടത്. സുവിശേഷം കേൾക്കാൻ വരുന്നവരിൽ ആദ്യമായി ജനിക്കേണ്ടത് ആ മാനസാന്തരപ്പെടാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകണം. ആഗ്രഹം ഉണ്ടായാൽ നിങ്ങൾക്കുള്ള അവകാശമാണ് ദൈവരാജ്യം. 2, നിങ്ങൾക്ക് വിശുദ്ധരാകാം. എത്ര തിന്മയുള്ളവനും എത്ര അശുദ്ധനും എത്ര മ്ലേച്ഛതയുള്ളവനും വിശുദ്ധനും നിഷ്കളങ്കനുമാകാം. ഇതുവരെ ഏതെല്ലാം തിന്മയിൽ പോയിട്ടുണ്ടെങ്കിലും നിഷ്കളങ്കനാകാം. 3-ാമത്തെ അവകാശം അതാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം 15-16 വാക്യം വായിച്ച് നോക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യം. അതൊരു അവകാശമാണ്. എന്തവകാശമാണത്? നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. ദൈവമക്കളെ, 3-ാമത് പറഞ്ഞിരിക്കുന്ന അവകാശം അതാണ്. നമ്മുടെ കോൺഫിഡൻസ് ആണ്, ധൈര്യമാണ്. പരിശുദ്ധാത്മാവ് തരുന്നൊരു ധൈര്യമാണ്. വീണ്ടും ജനന അനുഭവത്തിലൂടെ, മാനസാന്തരത്തിലൂടെ പരിശുദ്ധാത്മാവ് തരുന്നൊരു ധൈര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ നിന്ന് ഒരു മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവളെന്തോ വലിയ പരീക്ഷയ്ക്ക് മെഡിസിനോ എന്തിനോ ചേരുവാന്ന് തോന്നുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഉടനെ ചോദിച്ചു, മോളെ ആർ യു ബോൺ അഗെയിൻ? നീ വീണ്ടും ജനിച്ചതാണോ ചോദിച്ചു. ഉടനെ ഞാൻ മോള് മറുപടി പറഞ്ഞു,
യെസ് സർ, ഐ ആം ബോൺ അഗെയിൻ. ഞാൻ പറഞ്ഞു, പിന്നെ ഈ എന്നോട് പ്രാർത്ഥിക്കാൻ പറയണമെന്നില്ലല്ലോ, നീ യേശുവിൻ്റെ മോളല്ലേ, അപ്പോൾ നിനക്ക് തന്നെ പ്രാർത്ഥിക്കാലോ, അപ്പനോട് പ്രാർത്ഥിക്കാലോ, അപ്പാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാലോ. ദൈവമക്കളെ, ആ ധൈര്യമാണ് അവകാശം. ഞാൻ കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവനാണ്, മാനസാന്തരപ്പെട്ടവനാണ്. ഞാൻ മാനസാന്തരം അനുഭവിക്കുന്നു. ക്രിസ്തു എന്നെ ഭരിക്കുന്നു, എൻ്റെ ചിന്തകളെ ഭരിക്കുന്നു, എൻ്റെ ആഗ്രഹങ്ങളെ ഭരിക്കുന്നു. ക്രിസ്തുവിനെ വിട്ട് എനിക്ക് വേറെ പരിപാടിയില്ല, ആഗ്രഹമില്ല. എനിക്ക് എൻ്റേതായ ആഗ്രഹങ്ങളില്ല, എൻ്റേതായ വേറെ ഒരു നിശ്ചയമില്ല. ആ കോൺഫിഡൻസ് എനിക്കുണ്ടെങ്കിൽ എനിക്ക് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കാം, കാര്യം പറയാം, തൽസമയത്ത് സഹായത്തിനുള്ള കരുണ ചോദിക്കാം അവനോട്. പാപം പറ്റിയാലും അവനോട് ചോദിക്കാം. അതാണ് അവകാശമെന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ടവരുടെ അവകാശമെന്ന് പറയുന്നതാണ്. അത് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? പ്രായപൂർത്തിയാകണം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഈ സ്വർഗരാജ്യം കിട്ടണമെങ്കിൽ, വിശുദ്ധനാകണമെങ്കിൽ, നിഷ്കളങ്കനാകണമെങ്കിൽ, പ്രാർത്ഥിക്കാനുള്ള ധൈര്യം ഉണ്ടാകണമെങ്കിൽ നിനക്ക് എന്തുണ്ടാകണം? നിനക്ക് പ്രായപൂർത്തിയാകണം. എന്താണ് പ്രായപൂർത്തിയാകുക എന്ന് പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. അതിന് മറ്റൊരു പേരാണ്. വായിച്ചു നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മുടെ കരുണയുള്ള കർത്താവ് നിക്കോദെമോസിനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നിനക്ക് അവകാശം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ദൈവമക്കളെ, ദൈവരാജ്യം ലഭിക്കണമെങ്കിൽ പുതുതായി ജനിക്കണം. ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരത്തിന് മറ്റൊരു വ്യക്തിയെ, കുഞ്ഞിനെ ജനിപ്പിക്കാൻ കഴിയും. ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരത്തിന് അത് കഴിയും. പരിശുദ്ധാത്മാവിന് മനുഷ്യനെ വീണ്ടും ജനിപ്പിക്കാൻ കഴിയും. ആ വീണ്ടും ജനനം അനുഭവിക്കണം. ആ വീണ്ടും ജനനം നാം അനുഭവിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവകാശം കിട്ടുകയുള്ളൂ. ആ വീണ്ടും ജനന അനുഭവത്തിനാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പ്രായപൂർത്തിയാകണമെന്ന്. അപ്പോസ്തലൻ നാം വായിച്ച വേദഭാഗത്ത് 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയും, അതുപോലെ നാമും ശിശുക്കളായിരുന്നു. അപ്പോസ്തലൻ പറയുക, ഞാൻ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ്, മാനസാന്തരപ്പെടുന്നതിന് മുമ്പുള്ള കാലത്ത് ഞാൻ പരീശനായിരുന്നു, പരീശന്മാരുടെ പ്രമാണിയായിരുന്നു. ഞാൻ ആ അന്നത്തെ സഭയിൽ വലിയ കേമനായിരുന്നു, പഠിത്തമുള്ള ആളായിരുന്നു, എല്ലാമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ഈ പാരമ്പര്യം എല്ലാം ഉണ്ടായിരുന്നെങ്കിലും അന്ന് ഞാനൊരു ശിശുവായിരുന്നു. അപ്പോസ്തലൻ സ്വയം വിളിക്കണ പേരാ, അന്ന് ഞാനൊരു ശിശുവായിരുന്നു, എനിക്ക് പ്രായപൂർത്തി വന്നില്ല. അതുകൊണ്ട് എനിക്ക് ദൈവം കാലസമ്പൂർണതയിൽ അയച്ചവനായ യേശുക്രിസ്തു ആരാണെന്ന് അറിയാൻ മാത്രമുള്ള വളർച്ച എനിക്കൊന്നും ഉണ്ടായില്ല എന്നർത്ഥം. എന്താണ് പ്രായപൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ? കാലസമ്പൂർണതയിൽ ദൈവം സ്ത്രീയുടെ സന്തതിയായി അയച്ചവനായ കർത്താവായ യേശുക്രിസ്തു നിന്റെ രക്ഷകനും നിന്റെ കർത്താവുമാണെന്ന് അറിയാനുള്ളതായ പ്രാപ്തി നിനക്കുണ്ടാകുമ്പോഴാണ് നിനക്ക് ആത്മീയമായി പ്രായപൂർത്തിയാവുള്ളൂ. റോമാലേഖനത്തിൽ അപ്പോസ്തലൻ പറയും, യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് നിനക്ക് പ്രായപൂർത്തിയാകുന്നത്. എന്താണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കേണ്ടത്? ഹൃദയം കൊണ്ട് എന്താ വിശ്വസിക്കേണ്ടത് പ്രായപൂർത്തിയാകണമെങ്കിൽ? എൻ്റെ പാപത്തിന് പകരമായി യേശു മരിച്ചുവെന്നും കർത്താവായ യേശുവിൻ്റെ മരണത്താൽ എൻ്റെ പാപത്തിന് പരിഹാരം വന്നു എന്നും അവൻ്റെ രക്തത്താൽ എൻ്റെ പാപം ക്ഷമിച്ചുവെന്നും ഞാൻ ചെയ്തു പോയ ഏത് പാപവും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ക്ഷമിച്ചു എന്നുള്ളതായ ആ വിശ്വാസം എനിക്ക് ലഭിക്കുമ്പോൾ മാത്രമേ എനിക്ക് പ്രായപൂർത്തിയാവുന്നുള്ളൂ. അതാണ് ആത്മീയ പ്രായപൂർത്തി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ആരാ പറയുക? യെരൂശലേം ദേവാലയത്തിൽ പുരോഹിതന്മാരുണ്ടായിരുന്നു, ശുശ്രൂഷകന്മാരുണ്ടായിരുന്നു. പക്ഷേ ഒരു പുരോഹിതനും ഒരു വാക്ക് പ്രസംഗിക്കില്ല. ഏത് വാക്യം? ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു പറഞ്ഞു, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ഇന്നും പള്ളികൾ ധാരാളമുണ്ട്, കൺവെൻഷൻ പന്തലുകൾ ധാരാളമുണ്ട്. പക്ഷേ ഏത് പള്ളിയിൽ ആര് പ്രസംഗിക്കും? മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നീ നശിച്ചു പോകുമെന്ന് ഏത് പള്ളിയിൽ ആര് പ്രസംഗിക്കും? ഏത് കൺവെൻഷനിൽ ആര് പ്രസംഗിക്കും? പ്രിയപ്പെട്ടവരെ,
ആര് പ്രസംഗിക്കും? പ്രായപൂർത്തിയാകണം. അതിനാണ് പ്രായപൂർത്തിയാവുക എന്ന് പറയുന്നത്. മാനസാന്തരം പ്രസംഗിക്കണം, മാനസാന്തരം. ഞാൻ എളിമയോടെ പറയട്ടെ, നാം എല്ലാം ചേർന്ന് നിൽക്കുന്ന ദേവാലയങ്ങളുണ്ടല്ലോ, പള്ളികളുണ്ടല്ലോ. ഒരു മാനസാന്തര ജീവിതവും ഒരു ജയജീവിതവും പാപം കൂടാതെ ജീവിക്കാമെന്നും പറയാനുള്ളതായ നാവ് നാം ചേർന്ന് നിൽക്കുന്ന സഭയ്ക്കുണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന സഭ ഏതുവാകട്ടെ, നാം സഭ മാറണ്ടെന്ന് പറയുന്നവരാണ്. പക്ഷേ ആ സഭ ഏതുവാകട്ടെ, ആ സഭയ്ക്കൊരു നാവുണ്ടാവണം. ആ നാവ് കൊണ്ട് എന്ത് പറയണം? മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് പറയാനുള്ള നാവുണ്ടാകണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. മാമോദീസ വാങ്ങിയവനൊക്കെ സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്ന ഒരു സ്ഥലമല്ല. കത്തോലിക്ക സഭയിൽ ഒരു പുരോഹിതൻ്റെ പുസ്തകം ഞാൻ വായിച്ചു. ആത്മീയ പോരാട്ടം എന്ന പുസ്തകത്തിൻ്റെ പേര്. കത്തോലിക്ക സഭയിൽ ഒരു പുരോഹിതനാണ്. അദ്ദേഹം എഴുതി, മാമോദീസായിൽ ജ്ഞാനസ്നാന വെള്ളം കൊണ്ട് ഇറങ്ങിപ്പോയ പിശാചുക്കളെല്ലാം വളരെ സൗകര്യപൂർവ്വം വീണ്ടും തിരിച്ചു കയറിയെന്നു. പിശാച് ഒരു മനുഷ്യനെ വിട്ട് പോയ ശേഷം നീരോട്ടമുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചു. അത് കാണാകിയാൽ ഞാൻ ഇറങ്ങിപ്പോയ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ചെന്ന് ആ വീടിൻ്റെ അവസ്ഥ ആദ്യത്തേതിനേക്കാൾ വല്ലാതെയാകുമെന്ന് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത് മാമോദീസ മുങ്ങിയവരെ കുറിച്ചാണെന്ന് കത്തോലിക്ക സഭയിൽ ഒരു പുരോഹിതൻ എഴുതി വച്ചിരിക്കുന്നത് ഞാൻ വായിച്ചു. ദൈവമക്കളെ, ഞാനൊരു സഭയെ കുറ്റം പറയുകയല്ല, സത്യമാണ്. പിശാചിന് ഇറങ്ങിപ്പോയ പിശാചിന് ഇങ്ങോട്ട് കയറാൻ വല്ല തടസ്സം ഉണ്ടാക്കുന്നുണ്ടോ? നിങ്ങൾ വല്ല തടസ്സമുണ്ടോ? നിങ്ങളുടെ ഉള്ളിലേക്ക് പിശാചിന് കയറാൻ വല്ല തടസ്സമുണ്ടോ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ വല്ല തടസ്സമുണ്ടോ? പിശാച് കയറാതിരിക്കാൻ നിങ്ങൾക്ക് വല്ല പോരാട്ടമുണ്ടോ? എൻ്റെ ഉള്ളിലേക്ക് പിശാച് കയറരുത് എന്ന് നിങ്ങൾക്ക് വല്ല നിശ്ചയമുണ്ടോ? വല്ല ആഗ്രഹമുണ്ടോ? അതിന് തക്കമുള്ളതായ സ്വഭാവമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവേ, രാവിലെ പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവേ, എൻ്റെ നാവിനെ കടിഞ്ഞാനിട്ട് കാക്കണമേ എന്ന്. കുതിരയെ കടിഞ്ഞാനിട്ട് നിയന്ത്രിക്കുന്നത് പോലെ കർത്താവേ, എൻ്റെ നാവിനെ കടിഞ്ഞാനിട്ട് കാക്കണമേ എന്ന് നിങ്ങൾ രാവിലെ തോറും പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവേ, എനിക്ക് സഹിക്കാനുള്ള കൃപ തരണം. എനിക്ക് എൻ്റെ കോപവും എൻ്റെ വാശിയും മാറ്റിത്തരണം. എൻ്റെ നിഗളം മാറ്റിത്തരണം. എൻ്റെ അഹങ്കാരം മാറ്റിത്തരണം. എൻ്റെ സ്ഥാനമോഹം മാറ്റിത്തരണം. എൻ്റെ പ്രസംഗിക്കാനുള്ള മോഹം മാറ്റിത്തരണം. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവമക്കളെ, എല്ലാം വേണം. പക്ഷേ എല്ലാം വേണം. പക്ഷേ എല്ലാം ദൈവഹിത പ്രകാരം നടക്കണം. എല്ലാം ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടക്കണം. നാം എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, എല്ലാം നിൻ്റെ വഴി നീ എന്നെ കാണിച്ചു തരണം. ജീവൻ്റെ വഴിയിലൂടെ എനിക്ക് നടക്കണം. ഓരോ നാട്ടിൽ ഓരോ രീതികളുണ്ട് പ്രായപൂർത്തിയാകാനായിട്ട്. വില്യം ബാർക്ലേയുടെ പുസ്തകമുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് അറിയാവുന്നവരൊക്കെ വായിക്കണം, നല്ലതാണ്. പുതിയ നിയമത്തിനെ കുറിച്ചുള്ളതായ കുറേ പുസ്തകങ്ങൾ അതൊക്കെ. അതിനകത്ത് പറയും, റോമാക്കാർക്ക് ഒരു ചടങ്ങുണ്ട്. കുട്ടികൾ ഏതാണ്ട് പ്രായപൂർത്തിയാകുമ്പോൾ അവരുടെ ദേവൻ്റെ മുമ്പിൽ, ആൺകുട്ടിയാണെങ്കിൽ അവൻ്റെ കളിപ്പന്ത് കൊണ്ടുവന്ന് അവരുടെ ദേവൻ്റെ മുമ്പിൽ വയ്ക്കണം. പെൺകുട്ടിയാണെങ്കിൽ കളിപ്പാവയെ കൊണ്ടുവന്ന് അവരുടെ ദേവൻ്റെ മുമ്പിൽ വയ്ക്കണം. കാരണം ഇനി ആ കളിപ്പന്തിൻ്റെ കാലം കഴിഞ്ഞു, ഞാൻ മുതിർന്നവനായി എന്ന് കുട്ടിക്ക് ബോധം വരാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഒരു ചടങ്ങ് വെച്ചിരിക്കുന്നത്. യഹൂദന്മാരുടെ ഇടയിലുള്ള ചടങ്ങിനെക്കുറിച്ച് അതിനകത്ത് വിശദമായി പറയുന്നുണ്ട്. യഹൂദ കുടുംബങ്ങളിൽ നിലവിലുണ്ടായിരുന്ന ചടങ്ങ്, അവിടെ 12 വയസ്സാകുമ്പോൾ, കുട്ടിക്ക് 12 വയസ്സാകുമ്പോൾ, 12ാമത്തെ വയസ്സായി കഴിഞ്ഞു, അടുത്ത ശാപ ദിവസം, പള്ളിയിൽ പോകുന്ന ദിവസം, കുട്ടിയുടെ അപ്പൻ കുട്ടിയെയും കൊണ്ട് പള്ളിയിൽ പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് അപ്പൻ ഇപ്രകാരം പ്രാർത്ഥിക്കും: കർത്താവേ, ഈ കുട്ടിയുടെ ഉത്തരവാദിത്വം എന്നിൽ നിന്ന് നീ ഏറ്റെടുത്തിരിക്കുന്നത് ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. ഈ കുട്ടിയുടെ ഉത്തരവാദിത്വം എന്നിൽ നിന്ന് നീ ഏറ്റെടുത്തിരിക്കുന്നത് ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. ഇനി മുതൽ ഹീ ഈസ് സൺ ഓഫ് ലോ. ഇനി മുതൽ അവൻ നിന്റെ വചനപ്രകാരം ജീവിക്കാനുള്ളതായ ഒരു മകനാണ് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ഇത് കഴിയുമ്പോൾ ആ മകൻ നിന്നുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കും: എൻ്റെ ദൈവമേ, എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ,
എന്നിട്ട് മുകളിൽ ദൈവമുഖത്തേക്ക് നോക്കിയിട്ട് അവൻ ഇപ്രകാരം പ്രാർത്ഥിക്കും: കർത്താവേ, ഞാൻ സമർപ്പിക്കുന്നു, ഐ ഡിക്ലെയർ, ഞാൻ ഇന്നു മുതൽ നിൻ്റെ വചനം ഞാൻ അനുസരിക്കും. ഇന്നു മുതൽ നിൻ്റെ വചനം ഞാൻ അനുസരിക്കും. തീർന്നില്ല അവൻ്റെ പ്രാർത്ഥന. ഐ നോ ഐ വിൽ ബി റെസ്പോൺസിബിൾ ഫോർ all my actions and I will bear. അതിൻ്റെ ശിക്ഷ ഞാൻ ഏൽക്കാൻ തയ്യാറാണ്. ഫോർ മൈ ഡിസൊബീഡിയൻസ്. ഇനി നിൻ്റെ വചനമനുസരിച്ച് ഞാൻ ജീവിക്കും. എൻ്റെ സകല സ്വഭാവത്തിനും ഞാൻ ഉത്തരവാദിയായിരിക്കും. അനുസരിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ശിക്ഷയും എനിക്കുണ്ട് എന്ന് ഞാൻ അറിയുന്നു. അതാണ് 12-ാമത്തെ വയസ്സിൽ യഹൂദന്മാരുടെ കുഞ്ഞുങ്ങൾ സമർപ്പണമെടുത്തു. ദൈവമക്കളെ, എന്നിട്ട് മനസ്സിലാക്കുകയാണ്, ടുഡേ ഐ നോ ഐ ആം മൂവിങ് ഫ്രം ചൈൽഡ്ഹുഡ് ടു മാൻഹുഡ്. ഞാൻ കളിപ്രായം വിട്ട് മുതിർന്നവനായി തീർന്നുവെന്ന് ഞാൻ ഇന്നു മുതൽ സമ്മതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ആരും അങ്ങനെ സമർപ്പണമൊന്നും എടുത്തിട്ടുണ്ടാവില്ല. ഞാനൊരിക്കലും എടുത്തിട്ടില്ല. നമ്മുടെ മക്കൾ പോലും എടുത്തിട്ടില്ല. അതിൻ്റെ എല്ലാം ദോഷമാണ് വാസ്തവത്തിൽ ക്രൈസ്തവ സഭയ്ക്കെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് യഹൂദന്മാർക്കൊരു കുഴപ്പം വന്നില്ല എന്നല്ല, അവരുടെ മക്കളെ കൊണ്ട് അവർ സമർപ്പണം എടുപ്പിച്ചിരുന്നു. 12-ാമത്തെ വയസ്സിൽ ആ കുട്ടി തന്നെത്താൻ പറഞ്ഞിരുന്നു, പരസ്യമായി ദേവാലയത്തിൽ നിന്ന് പറഞ്ഞിരുന്നു, എൻ്റെ സ്വഭാവത്തിന് ഞാൻ ഉത്തരവാദിയാണ്, അതിൽ വരുന്ന ശിക്ഷയ്ക്ക് ഞാൻ ഉത്തരവാദിയാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് യഹൂദന്മാരുടെ കുഞ്ഞുങ്ങൾ വളർന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ദാനിയേലെല്ലാം ചെറുപ്പത്തിലേ പറഞ്ഞത്, യൗവന പ്രായത്തിൽ വേറെ ജാതിക്കാർ പിടിച്ചുകൊണ്ട് പോയപ്പോഴും പറഞ്ഞത്, ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കില്ല. കാരണം ഞാൻ ദൈവത്തോട് ഉടമ്പടിയുള്ളവനാണ്. ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ആ ബോധമുണ്ട്, ഞാൻ ദൈവത്തോട് ഉടമ്പടിയുള്ളവനാണ്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ ഉടമ്പടിയുടെ കുറിച്ച് ബോധമില്ല. നാം നമ്മുടെ മക്കളത് പറയണമെന്ന് ഉത്സാഹിക്കണമില്ല, ആഗ്രഹിക്കണമില്ല. ഞാൻ ദൈവത്തോട് ഉടമ്പടിയുള്ളവനാണെന്ന് ഓരോ കുഞ്ഞും 12-ാമത്തെ വയസ്സിൽ പറഞ്ഞു മാത്രമേ യഹൂദന്മാരുടെ കുഞ്ഞുങ്ങൾ വളർന്നുള്ളൂ. അതുകൊണ്ടാണ് അവരെ കീഴടക്കാൻ ആരെല്ലാം നോക്കിയിട്ടും അവരുടെ ഇടയിൽ വിശുദ്ധന്മാരുണ്ടായിക്കൊണ്ടിരുന്നു. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ യഹൂദ വിശുദ്ധന്മാരുടെ പേരാണ് എഴുതി വച്ചിരിക്കുന്നതെല്ലാം. എബ്രായരുടെ കൂട്ടത്തിൽ, യഹൂദന്മാരുടെ കൂട്ടത്തിൽ വിശുദ്ധന്മാരുടെ പേരുകളാണ്. അവർ ഏതെല്ലാം കഷ്ടതയിലൂടെ നടന്നിട്ടും അവരവരുടെ വിശ്വാസം, വരുവാനുള്ള ലോകത്തിന് വേണ്ടി ജീവിക്കാനുള്ളതായ ആഗ്രഹം ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാനുള്ള കാരണം അവരുടെ 12-ാമത്തെ വയസ്സിൽ അവർ വാക്ക് പറഞ്ഞവരാണ് ദൈവത്തോട്. ഇന്ന് നമ്മുടെ മക്കൾ വാക്ക് പറഞ്ഞിട്ടില്ല ദൈവത്തോട്. നമ്മുടെ കുടുംബങ്ങളിൽ വളർന്നു വരുന്ന 12 വയസ്സായ എത്ര മക്കൾ ദൈവത്തോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്? പാരമ്പര്യത്തിൻ്റെ പേര് നമുക്ക് പലതും പറയാം, പക്ഷേ നല്ല പാരമ്പര്യമൊക്കെ കളഞ്ഞു. നല്ല പാരമ്പര്യമൊന്നും ഇങ്ങോട്ട് എടുത്തില്ല. ദൈവമക്കളെ, കുറേ നേർച്ച കാഴ്ചകളും പെരുന്നാളുകളും തീർത്ഥാടനങ്ങളും കുറേ വഴിപാടുകളും മാത്രമേ നാം പാരമ്പര്യത്തിലേക്ക് ചേർത്തുള്ളൂ. നല്ല പാരമ്പര്യങ്ങൾ എടുത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേക മീറ്റിങ്ങുകൾ നടത്തുന്നത്. യുവതികളുടെ ഫെലോഷിപ്പും യുവാക്കന്മാരുടെ ഫെലോഷിപ്പും ഒക്കെ. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിന് ഉത്തരവാദിയാണെന്ന് മനസ്സിലാക്കി വളരണം. ഞാൻ എൻ്റെ പ്രവൃത്തിക്ക് ഉത്തരവാദിയാണ്, ഞാൻ എൻ്റെ സ്വഭാവത്തിന് ഉത്തരവാദിയാണ്. ആ ബോധം കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് വളർത്തിയെടുത്തവർ. ദൈവമക്കളെ, ആ ബോധം കൊണ്ടാണ് ദാനിയേൽ തീരുമാനമെടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കിയില്ല. ആ തീരുമാനമെടുത്ത ദാനിയേലിന് ദൈവം എന്താ കൊടുത്തത്? 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം ഒന്ന് വായിച്ചേ. ദാനിയേലിൻ്റെ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കൂ. അവിടെ എന്താണ് ദൈവം കൊടുത്തത്? ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും
നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദൈവമക്കളെ, സമർപ്പണമുള്ള കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനവും നൈപുണ്യവും പിന്നെ എന്താ കൊടുത്തത്? സാമർഥ്യവും കൊടുത്തു. ഇംഗ്ലീഷ് വേദപുസ്തകം വായിച്ചാൽ മനസ്സിലാവും. അവർക്ക് ലിറ്ററേച്ചർ മനസ്സിലാവും, ഭാഷ മനസ്സിലാവും. ദാനിയേലിന് എഴുതി വെച്ച ഭാഷയൊക്കെ മനസ്സിലായി, സ്വപ്നം വ്യാഖ്യാനിക്കാൻ പറ്റി. അവർക്ക് ലിറ്ററേച്ചർ മനസ്സിലാവും, സയൻസ് മനസ്സിലാവും. ഇതൊക്കെ പഠിക്കാനുള്ള കഴിവ് അവർക്ക് കൊടുത്തു. ആർക്ക് കൊടുത്തു? സമർപ്പണമുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. ദൈവമക്കളെ, നിങ്ങളുടെ മക്കൾ സമർപ്പണമെടുത്താൽ അവർ വളരും, അവർ ഉയരും, അവർ പഠിക്കും, അവർ വലുതാകും, അവർ മിടുക്കന്മാരാകും. കാരണം നിങ്ങളല്ല അവരെ മിടുക്കന്മാരാക്കുന്നത്. ദാനിയേലും ശദ്രകും മേശകും എന്നും അവരുടെ അപ്പനും അമ്മയും പിന്നെ കണ്ടില്ല. അവരുടെ അപ്പനും അമ്മയൊക്കെ അവർ കണ്ടോ എന്ന് പോലും അറിയില്ല. പക്ഷേ ആ കുഞ്ഞുങ്ങൾ പോയ വഴി അവരാരായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞുങ്ങൾ പോയ വഴി ദൈവം അവരെ കൈപിടിച്ച് നടത്തി. നിങ്ങളുടെ മക്കൾ ദൈവം നടത്തണമോ അതോ നിങ്ങൾ നടത്തണമോ? ദൈവം നടത്തണമെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഈ സമർപ്പണം നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. ദൈവസന്നിധിയിൽ ഉടമ്പടി വേണം മോനെ, വ്യക്തമായ സമർപ്പണം ഉണ്ടാകണം മോനെ. നീ റെസ്പോൺസിബിൾ ആണെന്ന് നീ തന്നെ ദൈവത്തോട് പറയണം. ഞാൻ എൻ്റെ സ്വഭാവത്തിന് ഉത്തരവാദിയാണെന്ന്. നിത്യനായ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെത്താൻ ഉടമ്പടി പറഞ്ഞ് വളരുന്ന മക്കളെയാണ് നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ ആവശ്യം. അങ്ങനെ വളർത്താൻ സാധിക്കണം പ്രിയപ്പെട്ടവരെ. അതിന് സാധിക്കണ്ടേ? നമ്മുടെ കുടുംബങ്ങളിൽ സാക്ഷ്യ ജീവിതം വേണ്ടേ? അപ്പനും അമ്മയും മാതൃകയാകണ്ടേ? അപ്പനും അമ്മയും മാതൃകയായി ജീവിക്കണ്ടേ? ദൈവത്തിന് സ്തോത്രം. സെൽഫ് കൺട്രോൾ അപ്പന് വേണ്ടേ, അമ്മയ്ക്ക് വേണ്ടേ? എന്നാലല്ലേ മക്കൾക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടാവുള്ളൂ. അപ്പനും അമ്മയും ടൈം ടേബിളില്ലാത്ത ജീവിതം അപ്പൻ്റെ അമ്മയുടെയും ജീവിതം. പിന്നെ കൊച്ചിൻ്റെ ജീവിതത്തിൽ ടൈം ടേബിൾ വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അപ്പൻ്റെ അമ്മയുടെയും ജീവിതത്തിൽ ടൈം ടേബിൾ ഉണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ? ഇത്ര സമയത്ത് എഴുന്നേൽക്കും, ഇന്ന കാര്യം ചെയ്യും, ഇന്നത് ചെയ്യും, ഇന്ന സമയത്ത് പ്രാർത്ഥിക്കും, ഇന്നതുപോലെ പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മഹത്വപ്പെടുത്തും. എല്ലാത്തിനും ഒരു ചിട്ട വേണ്ടേ, ഒരു ടൈം ടേബിൾ വേണ്ടേ? നമ്മുടെ ഒന്നും കുടുംബങ്ങളിൽ നിന്ന് ടൈം ടേബിൾ ഇല്ല. മക്കൾ എഴുന്നേൽക്കുന്നത് ഏതൊക്കെയോ സമയത്ത്. കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്തേക്ക് പ്രാർത്ഥന നീണ്ടുപോകുന്നു. ശരിയാണ്, കാരണം അപ്പനും അമ്മയും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതൊക്കെ ലേറ്റായിട്ടാണ്. ദൈവമക്കളെ, കുറ്റമല്ല ആരുടെയും. പക്ഷേ ജീവിതത്തിൽ ടൈം ടേബിൾ ഉണ്ടാകാൻ മക്കളെ പഠിപ്പിക്കണം. അത് കുഞ്ഞുകാലം മുതലേ പഠിപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആ സമർപ്പണം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദാവീദ് 51 സങ്കീർത്തനം ചൊല്ലിയത്, ഹൃദയത്തിൽ നിന്ന് പറഞ്ഞത്. പാപം വന്നപ്പോൾ അവനും വേണമെങ്കിൽ എല്ലാവരെയും പോലെ ഒരാടിനെ യാഗം കഴിക്കാൻ പള്ളിയിലേക്ക് പോയാൽ മതിയായിരുന്നു. പക്ഷേ പാപം വന്ന ദാവീദ് 51 സങ്കീർത്തനം ചെല്ലാൻ കാരണം എന്താ? എൻ്റെ സ്വഭാവത്തിന് ഞാൻ ഉത്തരവാദിയാണ്. സമർപ്പണമുണ്ടായിരുന്നു. ആ സമർപ്പണം ഉള്ളത് കൊണ്ടാണ് ദാവീദ് 3 സങ്കീർത്തനം 3 വാക്യത്തിൽ പറയും, 3 സങ്കീർത്തനം 3 വാക്യത്തിൽ പറയും, യഹോവ എൻ്റെ തല ഉയർത്തും ഉയർത്തും ഉയർത്തും. എപ്പോഴാണ് പറഞ്ഞതെന്നറിയാമോ? കുടുംബകലഹം വന്ന് അപ്പനും മോനും തമ്മിൽ കലഹമായി, മകൻ അപ്പനെ പെരയ്ക്കകത്തുനിന്ന് ഓടിപ്പോകുമ്പോൾ, മകനെ പേടിച്ച് അപ്പൻ ഓടിപ്പോകുമ്പോൾ അപ്പനായ ദാവീദ് ഒറ്റ വാക്യം പറഞ്ഞുള്ളൂ. 3 സങ്കീർത്തനം 3 വാക്യം, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. എന്റെ തല ഉയർത്തുന്ന ദൈവം. 27 സങ്കീർത്തനം അതിൻ്റെ 6 വാക്യത്തിൽ ദാവീദ് പറയും, ഞാൻ ഒരു കാര്യം യഹോവയുടെ അപേക്ഷിച്ചു, യഹോവയുടെ മനോഹരത്വം കണ്ട് അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. കർത്താവേ, യഹോവയുടെ ആലയമൊന്നും അന്നില്ല, അന്ന് പള്ളിയൊന്നും പണിതിട്ടില്ല. പിന്നെ എന്താണ് ആലയം എന്ന് പറഞ്ഞത്? എനിക്ക് ദൈവ സാന്നിധ്യം വേണം, എനിക്ക് ധ്യാനിക്കാൻ സാധിക്കണം, എനിക്ക് ധ്യാനത്തോടെ ജീവിക്കണം, എനിക്ക് ധ്യാനിച്ച് ജീവിക്കണം. ഇതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതാണ് മൈ സുപ്രീം അംബീഷൻ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാവോ? ദാവീദ് 27 സങ്കീർത്തനം ദൈവത്തോട് പറയുക, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ദൈവമേ
നിന്നെ ധ്യാനിച്ച് ധ്യാനിച്ച് എനിക്ക് ജീവിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കാരണം ദാവീദിന് ആ ഉടമ്പടി ഉണ്ടായിരുന്നു. അതിൻ്റെ തല ഉയർത്തുന്ന ദൈവം, ഞാൻ മരിച്ചു പോകില്ല, തല ഉയർത്തുന്ന ദൈവമുണ്ട്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെയൊക്കെയും വിടിവിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മകൻ ദാവീദിൻ്റെ പുറകെ ആളെ വിടുമ്പോഴും ദാവീദ് പറയുക, ദൈവം എൻ്റെ തല ഉയർത്തും, ദൈവം എൻ്റെ തല ഉയർത്തും. നമ്മുടെ പുസ്തകം നമുക്ക് അടയ്ക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് സമർപ്പണമുണ്ടെങ്കിൽ ചുറ്റും ശത്രുക്കൾ, എല്ലാം ചുറ്റും ശത്രുക്കൾ, വീട്ടിലെ ശത്രുക്കൾ, നാട്ടിൽ എവിടെയും ശത്രുക്കൾ ഉള്ളപ്പോഴും നമുക്ക് ഉള്ളിൽ നിന്ന് പറയാൻ സാധിക്കും, ദൈവം എൻ്റെ തല ഉയർത്തും, ദൈവം എൻ്റെ തല ഉയർത്തും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് അതേ പറയുള്ളൂ, ദൈവം എൻ്റെ തല ഉയർത്തും. 9-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിലും പറയും, ദൈവം എന്നെ മരണത്തിൽ നിന്ന് ഉയർത്തിയെടുക്കും. അതാണ് തന്നെയാണ് പറഞ്ഞത്, ഞാൻ മരിക്കാൻ എൻ്റെ ദൈവം സമ്മതിക്കില്ല. മരണഭയം മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, ശരീരം മരിക്കുമെന്ന ഭയമല്ല മാറുന്നത്, ശരീരം മരിച്ചു പോകുമെന്ന ഭയം മാറുന്നതല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ശരീരം മരിക്കുക തന്നെ ചെയ്യും. പിന്നെ മരണഭയം മാറിയെന്ന് അപ്പോസ്തലൻ എഴുതാനുള്ള കാരണം എന്താണ്? ഞാൻ ആത്മാവിൽ മരിച്ചവനായി നിത്യ നരകത്തിലേക്ക് പോകുമെന്നുള്ളതായ ആ ഭയം എനിക്ക് മാറിക്കിട്ടി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ നരകത്തിലേക്ക് പോകുമെന്നുള്ളതായ ആ ഭയം എനിക്ക് മാറിക്കിട്ടിയെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ആ ഭയം എനിക്ക് മാറിക്കിട്ടി. അതാണ് സമർപ്പണമുള്ള ദൈവമക്കളെ, നിങ്ങൾക്ക് അവകാശമുണ്ട്, നിങ്ങൾ അവകാശിയാണ്. നിങ്ങൾക്ക് വിശുദ്ധരാകാം, നിങ്ങൾക്ക് നിഷ്കളങ്കരാകാം, നിങ്ങൾക്ക് ദൈവരാജ്യമുണ്ട്. നിങ്ങൾക്ക് യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം. മരിച്ചാൽ നരകത്തിൽ പോകുമെന്നുള്ളതായ ആ ഭയം എനിക്ക് മാറിക്കിട്ടിയെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അത് യേശു മരിച്ചത് ഞാൻ വിശ്വസിക്കുന്നതിനാൽ ഞാൻ മരിച്ചാൽ നരകത്തിൽ പോകുമെന്നുള്ളതായ ആ ഭയം എനിക്ക് മാറിക്കിട്ടി. ഞാൻ കൈവെക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കൈവെക്കും, അതുകൊണ്ട് ഞാൻ കൈവെക്കാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ഭയം മാറിക്കിട്ടുന്നുണ്ട്? കർത്താവേ, യേശു ജീവിക്കുന്നതിനാൽ, യേശു എന്റെ ചങ്കിനുള്ളിലുള്ളതിനാൽ, യേശു എന്നെ ഭരിക്കുന്നതിനാൽ, ഞാൻ യേശുവിന്റെ വകയായി തീർന്നതിനാൽ ഞാൻ മരിച്ചാൽ നരകത്തിൽ പോകുമെന്നുള്ളതായ ആ ഭയം എന്നിൽ നിന്ന് മാറിപ്പോകുകയാണ്. മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. കാരണം യേശുവിന്റെ ചങ്കിനുള്ളിലുണ്ട്. അവനിന്റെ തല ഉയർത്തുന്നവനാണ്, അവനിന്റെ അഭിമാനമാണ്, അവനിന്റെ അഭിമാന സ്തംഭമാണ്, അവനെന്നെ അനുഗ്രഹിക്കുന്നവനാണ്. ഞാൻ എൻ്റെ ജീവിതം അവന് വേണ്ടി കൈമാറുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ തീരുമാനിക്കുക, എൻ്റെ മരണഭയം മാറിപ്പോയി. കാരണം ഞാൻ യേശുവിൻ്റെ വകയാണ്. ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയാണ്. ഞാൻ ഒരു ബോൺ അഗൈൻ അനുഭവത്തിലേക്ക് വരികയാണ്. എനിക്ക് നല്ലൊരു അവകാശമുണ്ട്. കരുണയുള്ള കർത്താവേ, ഈ തന്ന സമയത്തിനായി സ്തോത്രം. നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ, കൃപയിൽ പൊതിയണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരം തരണമേ.